ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുന്നു. ഇന്ന് ഇതുവരെ 35,000-ത്തിലധികം ഭക്തർ ശബരീശ ദർശനം നടത്തി. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്നലെയും ഇന്നും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. സന്നിധാനത്ത് നിന്നും അരുൺ കൊടുങ്ങൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുക തന്നെയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസത്തെ അപേക്ഷ വലിയ രീതിയിലുള്ള ഒരു ഭക്തജനങ്ങളുടെ വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. നടപ്പന്തൽ പൂർണ്ണമായും നിറയുന്ന ഒരവസ്ഥയിലേക്ക് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നുണ്ടെങ്കിലും വരും മണിക്കൂറുകളിലും തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു സാധ്യതയാണ് നിലവിലുള്ളത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ തിരക്കിൽ നേരിയ ഒരു കുറവുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ആ ഒരു തിരക്കിന് ഒരു ശമനം ഉണ്ടായിരുന്നെങ്കിൽ വീണ്ടും വലിയൊരു തിരക്കിലേക്ക് സന്നിധാനം പോവുകയാണ്. എന്തായാലും 12 വിളക്കിന് ശേഷം വലിയ ഒരു ഭക്തജന തിരക്ക് ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയായിരുന്നു ദേവസ്വം ബോർഡും സർക്കാരും പോലീസും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ നിയന്ത്രണങ്ങൾ തന്നെ ഒരുക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. പരമാവധി 70,000 തീർത്ഥാടകർക്ക് മാത്രമാണ് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത് സന്നിധാനത്തേക്ക് എത്താൻ കഴിയുക. അതോടൊപ്പം തന്നെ 10,000 തീർത്ഥാടകർക്ക് സ്പോട്ട് ബുക്കിങ്ങിലൂടെയും ബുക്ക് ചെയ്ത് സന്നിധാനത്തേക്ക് എത്താൻ കഴിയും. അത്തരത്തിൽ ഉള്ള ഒരു ക്രമീകരണങ്ങളാണ് നിലവിൽ ഒരുക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ തീർത്ഥാടകർ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യുന്ന തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിപ്പിക്കണം എന്നുള്ള ഒരു ആവശ്യം നേരത്തെ തന്നെ ഭക്തജന സംഘടനകളൊക്കെ തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ഒരുപാട് തീർത്ഥാടകർക്ക് ഇത്തരത്തിൽ ബുക്ക് ചെയ്യാനായി സാധിക്കാത്ത ഒരു സാഹചര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ശരാശരി 80,000-ത്തോളം തീർത്ഥാടകർ ഒരു ദിവസം സന്നിധാനത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. എന്തായാലും ബുക്ക് ചെയ്ത തീർത്ഥാടകർ പൂർണ്ണമായും എത്തുന്നതിനൊപ്പം തന്നെ വെർച്വൽ ക്യൂ വഴി 10,000-ത്തോളം തീർത്ഥാടകർ കൂടി അങ്ങനെ 80,000 തീർത്ഥാടകർ ഒരു ദിവസം ശബരിമലയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ചുകൊണ്ട് തീർത്ഥാടകരുടെ ഒരു തിരക്കിൽ വലിയ വർധനയുണ്ടായിട്ടുണ്ട്. വരുമാനത്തിലും ഗണ്യമായ ഒരു വർധനയാണ് ശബരിമലയിൽ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും 12 വിളക്കിന് ശേഷം മലയാളികളടക്കമുള്ള തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയ രീതിയിലുള്ള ഒരു വർധനയുണ്ടാകും. അതനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ കഴിഞ്ഞ തവണ ഈ 12 വിളക്കിന് ശേഷം വലിയ രീതിയിലുള്ള ഒരു തിരക്ക് ശബരിമലയിൽ അനുഭവപ്പെട്ടിരുന്നു. തീർത്ഥാടകരെ പലയിടത്തും ഈ കൃത്യമായി തന്നെ നിയന്ത്രിക്കേണ്ട ഒരു സാഹചര്യങ്ങളൊക്കെ തന്നെ വന്നിരുന്നു. ആ സമയത്ത് ഏർപ്പെടുത്തിയ തലതിരിഞ്ഞ ചില പരിഷ്കാരങ്ങൾ വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് തീർത്ഥാടകർക്ക് ഉണ്ടാകുകയും ചെയ്തിരുന്നു. അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇത്തവണ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ നടപടികളൊക്കെ സ്വീകരിച്ചിട്ടുണ്ടോ എന്നാണ് ദേവസ്വം ബോർഡും പോലീസും സർക്കാരും എല്ലാം തന്നെ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്.